അങ്ങനെ സൂരജ് ലാമയ്ക്ക് വേണ്ടിയുള്ള കുടുംബത്തിന്റെ അന്വേഷണങ്ങളും കാത്തിരിപ്പുമെല്ലാം അവസാനിക്കുകയാണ്. കളമശ്ശേരിയിലെ കുറ്റിക്കാട്ടിൽ ജീർണിച്ച നിലയിൽ കണ്ടെത്തിയ മൃതദേഹം ബംഗളൂരു സ്വദേശി സൂരജ് ലാമയുടെ തന്നെയെന്ന് സ്ഥിരീകരിച്ചു. ഇത് സംബന്ധിച്ച DNA പരിശോധനാ ഫലം ഇന്ന് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. പിതാവിനെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് മകൻ സന്തൽ ലാമ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിക്ക് പിന്നാലെയാണ് പോലീസ് അന്വേഷണം നടത്തിയതും മൃതദേഹം കണ്ടെടുത്തതും. കുവൈറ്റിൽ നിന്ന് കൊച്ചിയിലേക്ക് കയറ്റിവിട്ട ഒരാൾ ആരോരുമില്ലാതെ ഇത്തരത്തിൽ മരിച്ചത് നടുക്കുന്നതാണെന്ന് നേരത്തെ ഹൈക്കോടതി അഭിപ്രായപ്പെട്ടിരുന്നു. മൃതദേഹം സൂരജ് ലാമയുടെ തന്നെയെന്ന് വ്യക്തമായതോടെ കുടുംബം കൊച്ചിയിലെത്തിയിട്ടുണ്ട്. ഓഗസ്റ്റ് ആദ്യം കുവൈറ്റിലുണ്ടായ മദ്യദുരന്തത്തിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെ 23 പേർ മരിച്ചിരുന്നു. കുവൈറ്റിൽ ഹോട്ടൽ ബിസിനസ് നടത്തിയിരുന്ന സൂരജ് ലാമയും മദ്യദുരന്തത്തിൽ അകപ്പെട്ട് ആശുപത്രിയിലായിരുന്നവരിൽ ഒരാളാണ്. ലാമ ഇത്തരത്തിൽ ആശുപത്രിയിലാണെന്ന് കുടുംബം വൈകിയാണ് അറിയുന്നതും. ഒടുവിൽ ഒക്ടോബർ 4-ന് ബന്ധുക്കളെ പോലും അറിയിക്കാതെ പരിചയക്കാർ പോലുമില്ലാതെ കൊച്ചിയിലേക്ക് സൂരജ് ലാമയെ കയറ്റിവിടുകയായിരുന്നു. മദ്യദുരന്തത്തിന് പിന്നാലെ സ്വന്തം പേര് പോലും ഓർമ്മയില്ലാത്ത അവസ്ഥയിലായിരുന്നു ലാമ. പിതാവിനെ കൊച്ചിയിലേക്ക് കയറ്റിവിട്ടതായി ഒക്ടോബർ 7-ന് അറിഞ്ഞ കുടുംബം പിറ്റേന്ന് കൊച്ചിയിലെത്തി വിവരങ്ങൾ ശേഖരിച്ച് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഇതിനിടെ 8-ന് തൃക്കാക്കര ഒരു ഹൗസിംഗ് കോളനിയുടെ സമീപത്ത് ലക്ഷ്യം തെറ്റി അലഞ്ഞു തിരിയുന്ന ലാമയുടെ വിവരം നാട്ടുകാർ പോലീസിനെ അറിയിക്കുകയും പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തെ ഒരു ആംബുലൻസിൽ കയറ്റി തനിച്ച് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. ഇവിടെ പ്രാഥമിക പരിശോധന നടത്തുന്നതിൻ്റെയും പിന്നീട് ആരും നോക്കാനില്ലാതെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിൻ്റെയും CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് കൈമാറിയിട്ടും നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് ആരോപിച്ച് മകൻ ഹേബിയസ് കോർപ്പസ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ലാമയെ കണ്ടെത്താനുള്ള അന്വേഷണം നടത്താൻ ജസ്റ്റിസുമാരായ ദേവൻ രാമചന്ദ്രൻ, MP സ്നേഹലത എന്നിവരുടെ ബെഞ്ച് പോലീസിന് കർശന നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ നവംബർ 30-ന് കളമശ്ശേരി HMTക്ക് സമീപമുള്ള കുറ്റിക്കാട്ടിൽ ജീർണിച്ച നിലയിലുള്ള മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഇവിടെ എന്തായാലും 1.5 മാസത്തോളം നീണ്ട കുടുംബത്തിന്റെ അലച്ചിലും കോടതി ഇടപെടലുകളുമെല്ലാം വൃഥാവിലായിരിക്കുന്നു. തുടർന്ന് DNA പരിശോധനയ്ക്ക് അയച്ചെങ്കിലും മൃതദേഹം ജീർണിച്ചതിനാൽ ഫലം കിട്ടാനും ബുദ്ധിമുട്ടി. ഒടുവിൽ രാജീവ് ഗാന്ധി ബയോടെക്നോളജിയിൽ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം സൂരജ് ലാമയുടെ തന്നെയെന്ന് വ്യക്തമായത്.